മാഷ് ആക്റ്റീവായിരിക്കുന്നു. എല്ലാവർക്കും 5ാമത് നാൾ സുപ്രഭാതം. ഇന്ന് നമ്മൾ പാമ്പൻ പാലം വീണ്ടും കയറി ധനുഷ്കോടിയിലേക്ക് പോകുന്നു. ഇന്ന് മുഴുവൻ അവിടെ ആയിരിക്കും എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് പുറപ്പെടാം. ഇന്നലെ നമ്മൾ കിടന്ന സ്ഥലം കണ്ടല്ലോ. ഒരു പക്ഷേ ഇന്ന് വൈകുന്നേരം ഇവിടെ തന്നെ വീണ്ടും ക്യാമ്പ് ചെയ്യാനായിട്ട് തിരിച്ചു വരും. നേരെ പരപരാന്ന് വെളുത്തേ ഉള്ളൂ, എന്നാൽ ഇച്ചോടെ നേരത്തെ ഇറങ്ങാനും തോന്നുന്നു. സൂര്യബിംബം ക്യാമറയിൽ കിട്ടുന്നില്ല. എൻ്റെ കഷണ്ടിയിൽ തട്ടി പ്രതിബിംബിക്കുന്നുണ്ടോ? തുപ്പിച്ചേക്കുള്ളൂ. ഇന്ത്യയുടെ മെയിൻലാൻഡിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു ദ്വീപാണ് ഈ രാമേശ്വരം ഐലൻഡ് എന്ന് പറയുന്നത്. അങ്ങോട്ടുള്ള പാലമാണ് ഈ പാമ്പൻ പാലം. ഈ പാമ്പൻ പാലത്തിൽ ഒരു ചരിത്രമുണ്ട്. നമ്മുടെ ധനുഷ്കോടി എന്ന് പറയുന്ന നഗരം ഒരു മരണം കളിയാടിയ ലാൻഡായി മാറിയ ഒരു ദിവസം 1969 പറ്റാൻ തോന്നുന്നു. MGR ഒക്കെ ഇവിടെ വന്ന് ഫിലിം ഷൂട്ടിങ്ങൊക്കെ ധനുഷ്കോടി വന്ന് കഴിഞ്ഞിട്ട് മടങ്ങിപ്പോയപ്പോൾ അന്ന് രാത്രി തൊട്ട് 48 മണിക്കൂർ നേരത്തേക്ക് ഉണ്ടായ ഒരു വലിയ സൈക്ലോണിൽ ഇവിടെ കടലാക്രമണം ഉണ്ടായി. അപ്പോൾ ഈ താഴെയുള്ള ഈ പാലത്തിലൂടെ പോയിരുന്നൊരു തീവണ്ടി അതിനകത്ത് ആൾക്കാരടക്കം എടുത്ത് കടലിലിട്ടു. ധനുഷ്കോടി നഗരത്തെ പൂർണ്ണമായിട്ട് വാഷ് ഔട്ട് ചെയ്തു. അതിനുശേഷമാണ് ഈ പാലം ഉണ്ടാകുന്നത്. ഇപ്പോൾ ദാ പഴയ പാലം പുനർനിർമ്മിച്ചായിരുന്നു റെയിൽവേ ലൈൻ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ വീണ്ടും അതിൻ്റെ അപ്പുറത്തായിട്ട് കുറച്ചുകൂടെ ഉയരത്തിൽ പുതിയ റെയിൽവേ ലൈൻ വന്നു. ഇപ്പോൾ അതിലൂടെയാണ് ട്രെയിൻ പോകുന്നത്. ഇപ്പോൾ ഈ പഴയ പാലത്തിൻ്റെ മേളിൽ കയറുന്ന ആൾക്കാർ ചൂണ്ടിടുക. ഇന്നലെ ഒത്തിരി കണ്ടായിരുന്നു. പക്ഷേ നമ്മളുടെ ഇടതുവശത്ത് ബംഗാൾ ഉൾക്കടലും വലതുവശത്ത് ഇന്ത്യൻ മഹാസമുദ്രമാണെന്ന് ഓർത്തോളം എപ്പോഴും. ഇനി ഇന്ന് ധനുഷ്കോടി വരെ ചെല്ലുന്നത് വരേക്കുള്ള യാത്രയിൽ കര ഇങ്ങനെ നേർത്ത് നിന്ന് വാലുപോലെ കടലിലേക്ക് അസ്തമിക്കും. ഇരുപുറവും കടൽ. രാവിലെ തന്നെ സഞ്ചാരികൾ നോക്കി നിൽപ്പുണ്ട്. ദ്വീപിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മുടെ APJ അബ്ദുൽ കലാമിനെ അടക്കിയിരിക്കുന്ന ഖബർസ്ഥാൻ. ഞാനിവിടെ അദ്ദേഹത്തെ അടക്കി ഒരാഴ്ച കഴിഞ്ഞ സമയത്ത് ഞാനിവിടെ ധനുഷ്കോടി വന്നിട്ടുണ്ട്. അങ്ങനത്തെ ഫോട്ടോസ് എല്ലാം എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഇങ്ങനെ വെറുതെ മണ്ണ് ഒരു സാൻഡി ആയിട്ടുള്ള ഒരു ലാൻഡായിരുന്നു. അതിനുശേഷം ശരിക്കും ബിൽഡ് ചെയ്തെടുത്തതാണ് ഈ ഇപ്പോഴത്തെ ഈ ഒരു ഗ്രീനറി കാര്യങ്ങളെല്ലാം. അന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ യാദൃശ്ചിക ഒരു ധനുഷ്കോടി ട്രിപ്പിൽ കാർ ഓടിച്ച് ഞാൻ ഇവിടെ വന്ന സമയത്തൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അന്ന് ഈ കുട്ടികളൊക്കെ വന്നിട്ട് ഈ മണ്ണൊക്കെ എടുത്തിട്ട് പോകുന്നു, കലാം മണ്ണ് എന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തിട്ട് പോകണമൊക്കെ ഞാൻ. ഇതിനു മുമ്പ് ഞാൻ സൈക്കിൾ വന്നപ്പോൾ ഇതിൻ്റെ അകത്ത് കയറിയില്ല. ഇന്നും ഒരു പക്ഷേ കയറാനുള്ള പോസിബിലിറ്റി ഇല്ല, കാരണം അതിൻ്റെ അകത്ത് ക്യാമറ സാധനമൊന്നും അലൗഡല്ല. പിന്നിപ്പോൾ അതിൻ്റെ അകത്തോട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഞാൻ ഈ ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ വിസിറ്റ് ചെയ്യാനൊരു താല്പര്യക്കുറവാണ് അപ്പോഴും. ഞാൻ കാണുന്നതെല്ലാം ചങ്ങാതിമാരെ കാണിച്ചു കൊടുക്കുന്ന ആഗ്രഹമുണ്ട്. അങ്ങനെ അല്ലാത്ത ഇടങ്ങളിൽ അധികം കയറാറില്ല, അറിയാലോ അത്. അതുകൊണ്ട് came in on the Selvi Residency. എല്ലാം പെരിയ ഹോട്ടൽസ്.
வயசா இருந்தால் எங்கேயாவது தங்கிடலாம், இல்லைன்னா நம்ம மாதிரி பாத ஓரத்தில் படுத்து தூங்கலாம். രാമേശ്വരം ടെമ്പിളിൻ്റെ അടുത്ത് എത്തി. മേളിലും താഴെയൊക്കെ ഉണ്ട് ഓരോ ക്ഷേത്രങ്ങൾ. താഴത്തെ ക്ഷേത്രങ്ങളിലാണ്ട് 14 20 കിണറ്റിൽ നിന്ന് വെള്ളം കോരി തലയിൽ ഒഴിക്കുന്നതാണ് ആധാരം. ആളുകളൊക്കെ പോയിട്ട് നനഞ്ഞിട്ട് തിരിച്ച് റൂമുകളിലേക്ക് പോകുന്നത് കാണാം നിങ്ങൾക്ക്. അതുപോലെ ആളുകളൊക്കെ സ്നാനം കഴിഞ്ഞിട്ട് മടങ്ങി വരണതാണ് നിങ്ങൾ കാണുന്നത്. രാമേശ്വരം ടെമ്പിൾ. നമ്മൾ ക്ഷേത്രം കാണാൻ വേണ്ടി ഇതിന് ഫ്രണ്ടിലൊന്ന് വന്നു. അകത്തെ അനുഷ്ഠാനങ്ങളിൽ നമുക്ക് താല്പര്യമില്ലല്ലോ, അപ്പോൾ നമുക്ക് ധനുഷ്കോടിയിലേക്ക് നീങ്ങാം. ഈ സൂര്യൻ ഒത്തിരി നോക്കുന്നതിന് മുമ്പ് പോയാൽ നമുക്ക് ലൈറ്റിംഗ് ഒക്കെ ഭംഗിയാവും. രാവിലെ ഇച്ചിരി കാര്യമായിട്ട് കഴിച്ചിട്ട് നമുക്ക് കടലിൻ്റെ നടുക്കോട്ട് പോകാം. ഒന്നല്ല 2 നെയ് റോസ്റ്റ് ആയിക്കോട്ടെ. ധനുഷ്കോടി ചെല്ലുമ്പോൾ ഒരു വെയിലുണ്ടായാലും വേണ്ടില്ല, ഒരു നീലാകാശം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു വീഡിയോഗ്രാഫർ എന്ന നിലയിൽ അതൊരു തെറ്റാണോ? ഇപ്പോൾ ഈ ലാൻഡിൻ്റെ ഒരു പ്രത്യേകതകളിലേക്ക് കടന്നു. ചൂളമരങ്ങൾ, നൂല് വലിച്ചു കെട്ടിയ പോലെയാ റോഡ്. മോട്ടറും ഇവിടെയാണേ, കൈ കൊടുത്താൽ പോയില്ല, കാല് കൊടുക്കണം, അതാ പ്രശ്നം. ഈ വഴിവക്കിലെ ഓരോ സൂക്ഷ്മാംശങ്ങളും കണ്ട് ആസ്വദിച്ച് പോകണമെങ്കിൽ അതിന് സൈക്കിൾ തന്നെ പറ്റുള്ളൂ കേട്ടോ. മറ്റേ നമ്മൾ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ധൃതി പിടിച്ച ഒരു പോക്കായി കഴിച്ചു നോക്കൂ. കണ്ടില്ലേ, ഒരു മാനസിക രോഗി വഴിക്ക് നിൽക്കുന്നുണ്ടല്ലേ. ഈ രാമേശ്വരം സൈഡിൽ വന്നു കഴിഞ്ഞാൽ മതപരമായിട്ട് ഇവരെ കൊണ്ടുവന്ന് ഉപേക്ഷിക്കുന്ന ഒരു പ്രവണത പണ്ടുണ്ടായിരുന്നത് ഇപ്പോഴും തുടരുന്നുണ്ട്. പിന്നെ ഓരോ മനുഷ്യൻ ഉപേക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ മരിക്കുന്നിടം വരെ ഇഴഞ്ഞ് വലിഞ്ഞ് ജീവിക്കുമല്ലോ ഇതില്ലേ. ആ കാഴ്ചയാണ് ഈ പ്രദേശങ്ങളിൽ വരുമ്പോൾ ഏറ്റവും മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്നത്. ആ ദൃശ്യങ്ങളിലേക്ക് ഞാൻ കൂടുതൽ അങ്ങനെ പറയില്ല. നമ്മൾ ഒരുപക്ഷെ ഒരു 4 കിലോമീറ്റർ 5 കിലോമീറ്റർ യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രാകൃത രൂപം ചെളി പിടിച്ച വസ്ത്രങ്ങളുമായിട്ട്, പടുക പോലുള്ള വസ്ത്രങ്ങളൊക്കെ ആയിട്ട്, താടിയും ജടയൊക്കെ ആയിട്ട് ഇഴഞ്ഞ് വലിഞ്ഞ് നിർവികാര കണ്ണുകളോടെ പോകണം. നമ്മുടെ മൂവാറ്റുപുഴ, കോതമംഗലം, നെരിമംഗലം, മൂന്നാർ ഗ്യാപ്പ് റോഡ് വഴി വരുന്ന ആ ഹൈവേ, അതാണ് കൊച്ചി ധനുഷ്കോടി ഹൈവേ. അതിൻ്റെ അവസാന പാദത്തിലേക്കാണ് നമ്മളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അത് KL 45 എവിടുന്നാണോ? കൊച്ചി. തൊടുപുഴ. അത് കുറേ കൊല്ലമായിട്ടുണ്ട്. ഇത് 5ാമത്തെ ദിവസം. ഏത് റൂട്ടാ വന്നത്? മൂന്നാർ രാജാക്കാട്. രാജാക്കാടല്ല, മൂന്നാർ ഗ്യാപ്പ്, അടിമാലി മൂന്നാർ ഗ്യാപ്പ്. അതാണല്ലോ നമ്മുടെ കൊച്ചി ധനുഷ്കോടി ട്രാക്ക്. ഈ വൈറ്റ് ലൈനിലൂടെ തന്നെ പോകാൻ എന്ത് രസമാണെന്ന് അറിയാം. സൗണ്ടും ഇല്ല, ഭയങ്കര ഫ്ലോ, നേരെ പിടിക്കണമെന്നേ ഉള്ളൂ. 22 കിലോമീറ്ററാണ് ഈ രാമേശ്വരം ഐലൻഡിൽ നിന്ന് ഈ വാല്
ഇങ്ങനെ കടലിലോട്ട് നീണ്ടു കിടക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇടത് സൈഡിൽ ബംഗാൾ ഉൾക്കടൽ, ഈ സൈഡിൽ ഇന്ത്യൻ മഹാസമുദ്രം. എന്നിട്ട് അങ്ങനെ നീണ്ടു പോയി കടലിലേക്ക് അങ്ങനെ ലയിച്ച് ചേർന്ന് അതുപോലെ ഒരു വാല് ശ്രീലങ്കയിൽ നിന്നോട് നിൽക്കുന്നുണ്ട്. ഇതിനാണ് ഈ രാമസേതു എന്നും പറഞ്ഞ് ഐതിഹ്യങ്ങൾ വിശേഷിപ്പിച്ച് അതിനെ കൊളാക്കി വെച്ചിരിക്കുന്നത്. ആക്ച്വലി അത് കോറൽ ഐലൻഡ് ദ്വീപ്സാണ്. ഇത്രയുള്ള സംഭവം ഗൂഗിൾ സാറ്റലൈറ്റ് മാപ്പിൽ നോക്കിയാൽ കാണാം. ഇങ്ങനെ മേളിച്ച് ദ്വീപിൻ്റെ ഒരു ശൃംഖല ഇങ്ങനെ കുച്ചുവെച്ച് ഇങ്ങനെ നീണ്ട ചങ്ങല പോലെ കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. 22 കിലോമീറ്ററാണ് ഈ നീളൻ. ഇത് ഇങ്ങനെ നേരത്തെ അവസാനം ഇങ്ങനെ ലോപിച്ച് വന്നങ്ങ് തീരും. അതാണ് ഇവിടുത്തെ ജിയോഗ്രഫിയുടെ ഒരു പ്രത്യേകത. അത് ഗൂഗിൾ മാപ്പിലും കൂടെ നോക്കി കണ്ടു കഴിഞ്ഞാലാണ് നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്, എങ്ങോട്ട് പോകുന്നതെന്നുള്ള ആ ഒരു ത്രില്ലിങ് നമ്മുടെ മനസ്സിലേക്ക് വരിക. മീൻ ഉണങ്ങുന്ന തന്നെ മീന സീലാമീൻ. പിടയ്ക്കണ മീൻ കണ്ടാ കൊതി വന്നിട്ട് വയ്യ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഒരു 5-6 ഇവിടെ നിന്ന് വറുത്ത് അതിൻ്റെ കൂടെ ഇച്ചിരി പച്ചരിച്ചോറൊക്കെ കഴിച്ചിട്ട് ഇന്ന് ഇവിടെ നിന്ന് നമ്മൾ പോകത്തുള്ളൂ. ശരിക്കും ധനുഷ്കോടി വരുമ്പോൾ ഇപ്പം നാളെ സൽമാൻ ഇങ്ങോട്ട് പോകുന്നപ്പോൾ തന്നെ പറഞ്ഞ ഓർക്കുണ്ടോ, കഴിഞ്ഞാണ് സൽമാൻ വന്നപ്പം അവന് കൊതി സഹിക്കാൻ പറ്റണില്ല, ഇവിടെ വന്നാൽ മറക്കരുതാത്ത ഒരു കാര്യം ഇവിടെ ഒന്ന് മീൻ വറുത്ത് കഴിച്ചിട്ട് പോകണം എന്നുള്ളതാണ്. ട്രിവാൻഡ്രം സൗത്ത് സിറ്റി കോസ്റ്റൽ റീജൻ അങ്ങനെ നമ്മൾ ധനുഷ്കോടി ജംഗ്ഷനിലെത്തി. ഇവിടുന്ന് ഇതാണ് ധനുഷ്കോടി എന്ന് പറഞ്ഞ് പണ്ട് നേരത്തെ കുറേ കൊല്ലം മുമ്പ് നമ്മുടെ ഈ റോഡ് കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് ഇവിടം വരെ വന്നായിരുന്നു. എന്നിട്ട് ഇവിടെ നിന്ന് പിന്നെ ഒരു 3-4 കിലോമീറ്റർ നമ്മൾ ഈ ഓഫ് റോഡ് വെഹിക്കിളിൽ കടലിൻ്റെ തീരം വഴിയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അങ്ങ് വരെ അതായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ത്രില്ലിങ്. കാണുന്നതാണ് പഴയ റെയിൽവേ സ്റ്റേഷൻ. ഒരു പ്രളയത്തിൻ്റെ രാത്രിയിൽ റെയിൽവേ സ്റ്റേഷനും ഈ ഗ്രാമവും പള്ളിയും ഒരു തീവണ്ടിയും എല്ലാം പോയി. അന്ന് തൊട്ട് ഇതൊരു മൃതഭൂമിയാണ്. അത് പണ്ട് തകർന്നു പോയ പള്ളിയാണ്. ഇപ്പം അതിന് ചുറ്റും നടപ്പാതയൊക്കെ ഉണ്ടാക്കി. ഇതിന് മുമ്പ് വരുമ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല.
ഈ ധനുഷ്കോടിയുടെ പിക്ചറുകൾ കാണിക്കുമ്പോൾ ഒരു ഐക്കണായിട്ട് കാണിക്കുന്നതാണ് ഈ ചർച്ചിൻ്റെ ഈ ഇമേജ്.15 days. आप लोग किधर था? Pune, पुणे, Maharashtra. हाँ महाराष्ट्र. ठीक है But van, we have come with this van. Nice. ठीक है जी थैंक यू. पुणे കൊച്ചി ധനുഷ്കോടി എന്താ ഹൈവേ കൊച്ചി ധനുഷ്കോടി തന്നെ. എത്ര ദിവസം ആச்சு? ഇത് ഫിഫ്ത്ത് ഡേ. ഇത് ഒരു നാൾ കുറഞ്ഞ വിഷയത്തിൽ എത്ര കിലോമീറ്റർ? ഒരു 120, 30 ആവുള്ളൂ. എത്ര വയസ്സ് உங்களுக்கு? എനിക്ക് ഇപ്പോൾ 55. பேர் உங்களுக்கு? இளையராஜா. எங்க இருக்காங்க? நான் பாண்டிச்சேரி. சும்மா யாத்திரையெல்லாம் ஞாபகம் வச்சுருந்தா ஷூட் பண்ணியா மட்டும்தான் இல்லைன்னா அப்புறம் நம்ம எல்லாம் மறந்து லாஸ் ஆயிடும். நான் இங்கே தான் ഇത്തിരി മുഴുത്ത നേരം വന്നാൽ ഇതിൽ കയറി ഇറങ്ങി അങ്ങ് പോവും. അങ്ങനെ നമ്മൾ കൊച്ചി ധനുഷ്കോടി ഹൈവേയുടെ ഫൈനൽ എൻഡിലെത്തിയിരിക്കുകയാണ്. Five days. 5 days. 5 days. Okay. 5 days. Okay. Kochi ke Dhanushkodi. 1, 2. Thank you. महाराष्ट्र है ठीक है. हम 5 दिन का वीडियो काट रहा हूँ. वीडियो में बोलते रहो 5 मिनट. 5 days अभी. These both two of them has came to the last end of India. They have traveled from this bicycle 500 kilometers and reach here. So we all Indians are proud of them and we should have a clap for them. Thank you. Okay, thank you. Another specialty also there. This road is known as Kochi Dhanushkodi. Okay. Kochi से start करा और Dhanushkodi में इनका. Thank you. Okay. You know cycling? Yeah, do it. So best exercise, best traveling method. Yes, really.
3 days back from Tirupati, Arunachalam, and Rameshwaram. Next I am going to Madurai. Now we are going. भारत माता की जय। ഒരു കാറിൽ എവിടെ നിന്നിട്ട് കൈ കാണിച്ചിട്ട് അല്ലേ? ശരി ശരി ശരി. എവിടെയാണോ മാട്ടെ? ഞാൻ എറണാകുളം ആലുവ. എറണാകുളം വീട് ഇടുക്കി തൊടുകര തൊടുപുഴ തൊടുപുഴ. പേര് ബിനോയ്. ആ സൈഡിലോട്ട് ചാടി ഒരു 18 കിലോമീറ്റർ നീന്തിയ ശ്രീലങ്കയ്ക്ക് പോവാം. പോയാലോ? आपका नाम? सुशील बोबड़े. सुशील बोबड़े. किधर से? पूना. पूना. साइकिल करते हैं? अभी आज कैसे आते हैं गाड़ी में? वो प्रोग्राम है हमारा कन्याकुमारी में, वहाँ से हम साइकिल स्टार्ट करेंगे. इधर आएंगे फिर और चेन्नई भुवनेश्वर ऐसा हमारा रूट है. യെസ്, അങ്ങനെ ധനുഷ്കോടിയിൽ നിന്നും ഞങ്ങൾ വീണ്ടും തിരിക്കുകയാണ് രാമേശ്വരത്തേക്ക്. അവിടെ നിന്നും നമുക്ക് തൂത്തുക്കുടി സൈഡിലോട്ട് പോകാം. ഇവിടെ നിന്നുള്ള തിരിച്ചു മടക്കത്തിലാണ് ലൈറ്റപ്പ് കറക്റ്റ്. ഒരു പ്രശ്നമുണ്ട്, എന്താണെന്നറിയോ? ചവിട്ടിയാൽ നീങ്ങുകയല്ല, ഹെഡ് വിൻഡാ. ഫ്രം കേരള. എൻ്റെ ഇടുക്കി, മധുര, ധനുഷ്കോടി, ഇനി തൂത്തുക്കുടി, കന്യാകുമാരി, കൂടംകുളം. ഏജ് 55. तेलंगाना, वरंगल, तेलंगाना. തെലങ്കാന. താങ്ക് യു. Okay. മീൻതീറ്റ. ധനുഷ്കോടി വന്നാൽ ചുമ്മാ ഇങ്ങനെ മീൻ വറുത്ത് തിന്നും, നല്ല ചോറും കിട്ടും. ഞാൻ രണ്ടുകൂടെ കഴിക്കാണ്ട് ഇവിടെ നിന്ന് പോകല്ലോ കേട്ടോ, അതൊരാചാരമാണ്. ചോറും വന്നു. ചവിട്ടിയാൽ നീങ്ങൂല, ഹെഡ്വിൻഡാണേ. കഷ്ടപ്പാടേ. ആ ഒരു 2 തിര ഷോട്ട് എടുക്കാനാണ് ആ മണലിനകത്തോടെ മുഴുവൻ പോയി പൂത്തി
സൈക്കിൾ കൊണ്ട് നടന്ന് എൻ്റെ അമ്മേ. സത്യത്തിൽ 10 മനോഹര ദൃശ്യങ്ങൾ ഒരുക്കണതിന് പിന്നിൽ അങ്ങനെ കുറേ കഷ്ടപ്പാടുണ്ട് കേട്ടോ. ഇത് സങ്കടമില്ല, ദുഃഖമില്ല, നഷ്ടബോധമില്ല, പരാതിയില്ല, പരിഭവമില്ല, എൻ്റെ ആത്മസംതൃപ്തി. ഒരിക്കൽ കുഞ്ഞി മരത്തണൽ കിട്ടിയപ്പോഴേ അവിടെ ഒരു 5 മിനിറ്റ് ഒന്ന് തണുപ്പിക്കുക. കോദണ്ഡരാമർ ടെമ്പിൾ ഉണ്ട് ഇവിടെ. വന്ന് വലത്തോട്ട് പോയാൽ അവിടെ വരെ പോയി. പിന്നെ ഒരു കടൽപ്പാലത്തിൻ്റെ ഫീലുണ്ട്. വേറൊന്നുമില്ല, എത്രയേ ഉള്ളൂ സംഭവം. കോദണ്ഡരാമ ടെമ്പിൾ. ഓക്കെ, വഴി നീളെ ആളുകളിങ്ങനെ ഹായ് പറയാം. ഓരോ ഹായും വലിയൊരു ഊർജ്ജം കേട്ടോ. തളർന്നങ്ങനെ ഇരിക്കുമ്പോഴേ വലിയ സന്തോഷം തോന്നും നമുക്ക്. ഓ, ആ കടൽക്കാറ്റ് ഏറ്റെൻ്റെ ശ്വാസകോശമൊക്കെ ഈ പാമ്പാട ഉണങ്ങാനിട്ട് കണക്ക്, ഉപ്പിട്ട് ഉണങ്ങാനിട്ട് കണക്ക് വരണ്ടു പോയെന്ന് എനിക്ക്. കരയിൽ കയറി ഇച്ചിരി കരക്കാറ്റടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ശ്വാസം നേരെ. കടൽ ചുരുക്ക. ആദ്യത്തെ പഞ്ചർ ബെന്നിമാഷിന്. मुलाकात होता ही है, जो अपना मन से करता है उसके लिए मुलाकात होता है. யூடியூப்ல போடலாம் கண்டிப்பா. ஐடி பண்ணு. ஐடி தான். சக்கரம், வண்டிய சக்கரம் இல்ல. இல்ல எழுதுமா. அதை எழுதி வைக்கலாம். எந்த ஊர்ல இருந்து வரியா? கேரளா இருந்து வரேன். வீட்ல போய் அடிச்சா. பேப்பர்டா. கோபுரம். சாஞ்சி போடடா. புக் எடுமா. വീണ്ടും ഒരു വട്ടം കൂടി പാമ്പൻ പാലത്തിലല്ലേ. ഇതിന് പ്രത്യേകം കാശ് കൊടുക്കേണ്ടി വരും. അപ്പം ഞങ്ങൾ ധനുഷ്കോടി പോയി. അവിടെ നിന്ന് തിരിച്ച് വീണ്ടും പാമ്പൻ പാലം ഇറങ്ങി ഇക്കരെ മെയിൻ ലാൻഡിൽ വന്നു. അപ്പോൾ ഇന്നിനി തുടർന്ന് പോകുന്നുണ്ട്. കാരണം ഇന്നത്തെ റൈഡ് തന്നെ ഏതാണ്ട് 35-70 കിലോമീറ്റർ ഉണ്ട്. അത് മുടിഞ്ഞ ചൂട്. ഞങ്ങൾ പഞ്ചറായിപ്പോയി. പഞ്ചറല്ല, ഞങ്ങൾ പരിപ്പളായിപ്പോയി. ഇടയ്ക്ക് പെഞ്ഞുഭാഷ ഒരു പഞ്ചർ കിട്ടി, അതൊക്കെ ഒട്ടിച്ചു. പഞ്ചറല്ല കേട്ടോ. എനിവേ തിരിച്ചു വന്നു കഴിഞ്ഞപ്പം ഇന്ന് ഒരു മുറിയൊക്കെ എടുത്ത് ലാവശ്യമായിട്ടൊന്ന് കിടക്കാം എന്ന് വിചാരിച്ചു. കാരണം എന്താ, നമ്മുടെ ഈ ഗാഡ്ഗറ്റ്സുകളൊക്കെ ചാർജ് ചെയ്യാനുണ്ട്. അപ്പോൾ അതെല്ലാം ചാർജ് ചെയ്ത് ഫുൾ ചാർജൊക്കെ ചെയ്ത് എന്നാൽ പിന്നെ ഇന്ന് ഇച്ചിരി ടെൻ്റ് ഇടണ്ട എന്ന് വിചാരിച്ച് നമ്മളൊരു മുറി എടുത്തുനിന്ന് നമ്മൾ കിടക്കുവാണ്. കാരണം ഒന്ന് ഊർജ്ജം സമാധാനം. ഞങ്ങളാ പപ്പന്മാരാട്ടോ, ആ കൺസർവേഷൻ തരണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. നാളെ ഞങ്ങൾ തൂത്തുക്കുടി സൈഡിലേക്ക് നീങ്ങാണ്. തൂത്തുക്കുടി 160 കിലോമീറ്റർ ഉണ്ട്. അപ്പം ഹൈവേ ഒഴിവാക്കിയിട്ട് ഇത്തിരി വില്ലേജ് റോഡുകളിലൂടെ പോയാലോ എന്നൊരാലോചന ഉണ്ട്. എത്രമാത്രം എൻ്റെ പ്രാക്ടിക്കൽ സംഭവങ്ങളൊന്നും ഉണ്ടെന്നറിയില്ല. എനിവേ ഇതുവരെ പോകാത്ത റൂട്ടുമാണ്, അതുകൊണ്ട് ഒരു ഐഡിയ ഇല്ല. എങ്കിലും അത് തന്നെയാണ് തീരുമാനം. നാളെ രാവിലെ ആരോഗ്യപരമായ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നത്. നല്ല ക്ഷീണമായി പോയിട്ടോ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.